നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത്. വീട്ടിലെ 6 അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുമുണ്ട്. എല്ലാവരും യൂട്യൂബ് വളരെ ആക്റ്റീവുമാണ്. കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവച്ചു തുടങ്ങിയത്. കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനയും ഹൻസികയും എല്ലാം പങ്കുവയ്ക്കാറുമുണ്ട്. താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ കൃഷ്ണയ്ക്കാണ്. പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചു. മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്നതും ദിയയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ശ്രദ്ധേയമായ കണ്ടന്റുകൾ പങ്കുവെച്ച് ഉയർന്നു വന്ന ഇൻഫ്ലുവൻസറും സംരംഭകയും എല്ലാമാണ് ദിയ കൃഷ്ണ. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ദിയയ്ക്കുള്ളത്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്ന ലേബലിൽ നിന്ന് സ്വന്തം നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരാൻ ദിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്തായിരുന്ന അശ്വിനുമായുള്ള ദിയയുടെ കല്യാണവും പ്രസവവുമൊക്കെ യൂട്യൂബ് ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. ഗർഭിണിയായിരുന്ന സമയത്ത് സ്വന്തം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ദിയ നേരിട്ട പ്രതിസന്ധികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്നു. ഓബൈ ഓസി എന്ന ഫാൻസി ആഭരണ ഷോപ്പിന്റെ ഉടമയാണ് ദിയ. ഓൺലൈനിലും ദിയയുടെ ആഭരണങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട്. എന്നാൽ ദിയ ഗർഭിണിയായിരുന്ന സമയത്ത് സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്ന തുക തട്ടിപ്പിലൂടെ സ്വന്തം പേരിലേക്ക് വക മാറ്റിയത് വലിയ വാർത്തയായിരുന്നു. നിരവധി പ്രതിസന്ധികളിലൂടെ ദിയ ഒറ്റയ്ക്ക് സ്ഥാപനത്തെ വളർത്തിയെടുത്തപ്പോഴാണ് വലിയ സാമ്പത്തിക തട്ടിപ്പുണ്ടായത്. ദിയയ്ക്കും പിതാവ് കൃഷ്ണകുമാറിനും എതിരെ 3 ജീവനക്കാരികളും വലിയ ആരോപണങ്ങളും ഉയർത്തിയിരുന്നു. എന്നാൽ ദിയയുടെ ഭാഗത്താണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ നിരവധി പേർ വലിയ പിന്തുണയാണ് നൽകിയത്. ഇപ്പോൾ സ്ഥാപനത്തിലെ കാര്യങ്ങളെല്ലാം ദിയയും അശ്വിനും നേരിട്ട് ഇടപെട്ടാണ് നിർവഹിക്കുന്നത്. പിതാവ് കൃഷ്ണകുമാർ വഴിയാണ് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. സംരംഭക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ദിയ യൂട്യൂബിൽ പങ്കുവയ്ക്കാറുണ്ട്. ദിയ കൃഷ്ണയുടെ അഭിപ്രായങ്ങളും നിലപാടുകളും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട്. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ദിയയുടെ അഭിപ്രായങ്ങൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നാർസിസമാണ് ദിയ പ്രകടമാക്കുന്നതെന്ന് റെഡിറ്റ് ഉൾപ്പെടെ വ്യാപക വിമർശനം വരാറുണ്ട്. ഭർത്താവിന്റെ കാര്യത്തിൽ അത്രയും കാർക്കശ്യം ദിയയ്ക്കുണ്ട്. ഭർത്താവിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുഞ്ഞിന്റെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണെന്ന് ചിലർ പറയുന്നുണ്ട്. ഭർത്താവ്, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നിവരെക്കാളെല്ലാം തന്നെ സ്നേഹിക്കണമെന്ന് ദിയ പറയുന്നു. ഇത് ന്യായമായ ആവശ്യമാണ്. എന്നാൽ ഇതേ ഭർത്താവിനോട് യാതൊരു മര്യാദയും കാണിക്കാതെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നതാണ് ദിയയുടെ പ്രകൃതമെന്നാണ് പ്രധാന വിമർശനം. ഇപ്പോഴത്തെ ഭർത്താവ് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിനെതിരെ ദിയ കൃഷ്ണ പങ്കുവച്ച റീലാണ് ശ്രദ്ധ നേടുന്നത്. ഇന്ത്യൻ കുടുംബങ്ങളിൽ ഒരു മകനെ വളർത്തുന്നത് അവന്റെ സ്വന്തം ജീവിതം ഉണ്ടാക്കാനല്ല, മാതാപിതാക്കൾക്ക് എന്നത്തേക്കും സാമ്പത്തികമായി ആശ്രയിക്കാനാണ്. ഒരുപാട് മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ മകരിൽ നിന്ന് മാതാപിതാക്കൾ പണം കടത്തുന്നു. അവർക്ക് പണമുണ്ടെങ്കിൽ പോലും അവർക്ക് മകന്റെ പണമില്ലാതെ ജീവിക്കാം. എന്നാൽ നാണമില്ലാതെ അവർ മക്കളിൽ പണം കടത്തുന്നു. എപ്പോഴാണ് പണം അയക്കുകയെന്ന് അവർ നാണമില്ലാതെ ചോദിക്കുന്നു. സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും മാറ്റി നിർത്തി ഈ മക്കൾ മാതാപിതാക്കൾക്ക് പണം കൊടുക്കുന്നു. ഇതാണ് എന്റെ ആദ്യ ബന്ധം തകരാൻ കാരണമെന്നാണ് ഒരു സ്ത്രീ റീലിൽ പറയുന്നത്. ഇതാണ് ദിയ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത്. ദിയ തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ പരോക്ഷമായി അപമാനിക്കുന്നത് സ്ഥിരമാക്കിയിരിക്കുന്നു എന്നാണ് റെഡിറ്റിൽ വരുന്ന അഭിപ്രായം. ആദ്യമായല്ല ദിയ ഇങ്ങനെ ചെയ്യുന്നത്. അശ്വിനെ വളരെ ബുദ്ധിമുട്ടിയാണ് മാതാപിതാക്കൾ പഠിപ്പിച്ചത്. ജോലി നേടിയാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അശ്വിനല്ലേ എന്നും നെറ്റിസൺ ചോദിക്കാറുണ്ട്. വിവാഹ ജീവിതത്തിൽ ദിയയ്ക്ക് ഇപ്പോഴേ അതൃപ്തി തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് അഭിപ്രായങ്ങളുണ്ട്. അശ്വിനുമായി അടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ദിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. അധികം വൈകാതെ കുഞ്ഞും ജനിച്ചു. എന്തായാലും വിവാഹത്തിന് മുമ്പ് തന്നെ തനിക്കും ഭർത്താവിനും വിവാഹശേഷം കുടുംബമായി താമസിക്കാനായി ഒരു ഫ്ളാറ്റ് ദിയ കൃഷ്ണ വാടകയ്ക്ക് എടുത്തിരുന്നു. ദിയയുടെ വീടിനോട് ചേർന്നാണ് ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. വിവാഹശേഷവും ഭർത്താവ് അശ്വിന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരിയെ പോലെയാണ് ദിയ. കെട്ടിച്ചു വിട്ട വീട്ടിൽ അധികം ദിവസം ദിയ ഇതുവരെയും താമസിച്ചിട്ടില്ല. മകനും ഭർത്താവിനുമൊപ്പം സമയം കിട്ടുമ്പോൾ അവിടേക്ക് ചെല്ലും, കുശലം പറഞ്ഞിരിക്കും, നല്ല ഭക്ഷണം കഴിക്കും. വൈകിട്ടാകുമ്പോൾ ഫ്ളാറ്റിലേക്ക് മടങ്ങിയെത്തും. വിവാഹശേഷം അശ്വിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കാത്തതിനെ കുറിച്ച് 1.5 വർഷമായിട്ടും ദിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടത്ര പരിഗണന ദിയ കൊടുക്കുന്നില്ലെന്ന് വരെ പ്രചരിച്ചിരുന്നു. വിവാഹശേഷം അശ്വിനൊപ്പവും കുഞ്ഞിനൊപ്പവും മാത്രമാണ് ദിയയുടെ യാത്രകൾ പോലും. അതിന്റെ പേരിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. നേരത്തെ അശ്വിന്റെ മാതാപിതാക്കൾക്കൊപ്പം സ്ഥിരമായി താമസിക്കാത്തതിന് പിന്നിലെ കാരണം പറയാതെ പറഞ്ഞിരുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ തന്നെ താരപുത്രി ഭർത്താവിന്റെയോ ഭാര്യയുടെയോ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് വിവാഹ ജീവിതത്തെ എത്തരത്തിലാണ് ബാധിക്കുക എന്നത് വ്യക്തമാക്കുന്ന വീഡിയോയാണ് ദിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കിട്ടത്. വിവാഹത്തെക്കുറിച്ച് ബൈബിളിലെ ഉൽപ്പത്തി 2:24 ദൈവവചനം ഇങ്ങനെ പറയുന്നു: അതിനാൽ പുരുഷൻ തന്റെ അച്ഛനെയും അമ്മയെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കണമെന്ന്. അതിന്റെ അർത്ഥം മാനസികമായും വികാരപരമായും പ്രായോഗികമായും വിവാഹത്തിനു ശേഷം പുതിയ ഒരു പ്രയോറിറ്റി ഉണ്ടാകണമെന്നതാണ്. വിവാഹശേഷവും മാതാപിതാക്കളുടെ കീഴിൽ തുടർന്നാൽ ബൗണ്ടറീസ് പലപ്പോഴും മടങ്ങിപ്പോകും. ഏറ്റവും നല്ല മനസ്സുള്ള മാതാപിതാക്കളായാലും സ്നേഹം ചിലപ്പോൾ നിയന്ത്രണമായി മാറാം, സഹായം ഇടപെടലായും മാറാം. മാതാപിതാക്കളെ വിട്ട് മാറി താമസിക്കുന്നുവെന്നത് അവരെ അപമാനിക്കലല്ല, അത് പ്രയോറിറ്റീസിന്റെ പുനഃക്രമീകരണമാണ്. മാറി താമസിച്ചാലും ദമ്പതികൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യാം. അതേസമയം സ്വന്തം ജീവിതവും കുടുംബവും പണിയുകയും ചെയ്യാം. അല്പം വിട്ടുമാറി നിന്നില്ലെങ്കിൽ ഭാവിയിൽ എല്ലാവരുമായും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നത് പോലും ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. പുതിയ തലമുറയിലെ ഒട്ടുമിക്ക നവദമ്പതികളും വീഡിയോയിൽ പറയുന്നത് പോലെ ചിന്തിക്കുന്നവരാണ്.
താനും അശ്വിനും കുഞ്ഞും അടങ്ങുന്നത് ഒരു കുടുംബമാണെന്ന് തങ്ങളെ വിമർശിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് അടുത്തിടെ നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി നൽകവേ ദിയ പറഞ്ഞിരുന്നു. പ്രസവശേഷം കുഞ്ഞിനും തനിക്കും കുറഞ്ഞത് 3 മാസമെങ്കിലും കൃത്യമായി പരിചരണം വേണമെന്നുള്ളത് കൊണ്ടാണ് ദിയ സ്വന്തം വീട്ടിൽ അത്രയും കാലം താമസിച്ചത്. ശേഷം ദിയ കുഞ്ഞുമായി ഫ്ളാറ്റിലേക്ക് മടങ്ങിയിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഒരു റീൽ വൈറലായി പ്രചരിക്കുന്നുണ്ട്. തന്റെ വിവാഹ വാർഷികത്തിന്റെ കേക്ക് മുറിച്ച് ആദ്യ പീസ് അമ്മയ്ക്ക് നൽകുന്ന മകനാണ് വൈറൽ വീഡിയോയിലുള്ളത്. സമീപത്തായി ഊഴം കാത്ത് ഭാര്യ നിൽക്കുന്നതും കാണാം. റീൽ വൈറലായതോടെ നിരവധി പേരാണ് മകനെ വിമർശിച്ചെത്തിയത്. വിവാഹ വാർഷിക ആഘോഷ സമയത്ത് പോലും ഭാര്യയ്ക്ക് പരിഗണന നൽകാൻ മടിക്കുന്നവർ എന്തിന് വിവാഹം കഴിച്ചുവെന്ന് ഏറെയും വിമർശനമുണ്ടായിരുന്നു. ചിലർ റീൽ എടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിച്ച ശേഷം ആദ്യത്തെ പീസ് അമ്മയ്ക്ക് കൊടുക്കുന്ന ചെക്കൻ. അമ്മയ്ക്ക് കേക്ക് കൊടുക്കാൻ അച്ഛനുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് കേക്ക് കൊടുക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറെ മമ്മാസ് ബോയ്സ് ഉണ്ട്. പഠിച്ച് സെറ്റിലായി പോത്ത് പോലെ വളർന്നാലും 5 പൈസയുടെ വിവരമില്ല. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും അമ്മയ്ക്ക് കൊടുക്ക്. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി ഭാര്യയ്ക്ക് കൊടുക്ക്. നീ എന്തിനാണ് വിവാഹം കഴിച്ചത്? നിനക്കൊക്കെ വൈകുന്നേരം ചന്ദനമഴയും കണ്ടിരുന്നാൽ പോരെ എന്നാണ് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ ഒരാൾ വൈറൽ വീഡിയോയിലെ യുവാവിനെ വിമർശിച്ച് പറഞ്ഞത്. ആ റിയാക്ഷൻ വീഡിയോയും വൈറലാണ്. സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ റിയാക്ഷൻ വീഡിയോ ചെയ്ത വ്യക്തിയുടെ വാക്കുകൾ ശരിവെച്ചെത്തിയിട്ടുണ്ട്. സ്നേഹ ശ്രീകുമാർ, ദിയ കൃഷ്ണ, അഭിരാമി സുരേഷ് എന്നിവരാണ് അവരിൽ ചിലർ. പൊട്ടിച്ചിരിക്കുന്ന സ്മൈലിക്കൊപ്പം ട്രൂ എന്നാണ് ദിയ കമന്റ് ചെയ്തത്. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഭർത്താവ് അശ്വിനെയും അയാളുടെ വീട്ടുകാരുടെയും ചൊല്ലി നിരന്തരം സോഷ്യൽ മീഡിയയിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങുന്ന ആളുകൂടിയാണ് ദിയ. ഭർത്താവിന് സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമായി അടിമയാക്കി വെച്ചിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ അശ്വിന് സമയം നൽകുന്നില്ല. യാത്രകളിൽ പോലും സ്വാർത്ഥത കാണിച്ച് മാതാപിതാക്കളെ ഒഴിവാക്കി നിർത്തുന്നു എന്നിങ്ങനെ നിരവധി വിമർശനങ്ങൾ ദിയയ്ക്ക് ലഭിച്ചു. അടുത്തിടെ ദുബായിലേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ അശ്വിനെയും മകനെയും മാത്രം ദിയ ഒപ്പം കൂട്ടിയതും പലരെയും ചൊടിപ്പിച്ചിരുന്നു. അന്ന് വന്ന വിമർശന കമന്റുകൾക്ക് ദിയ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തിരുന്നു. തന്റെയും അശ്വിന്റെയും കുടുംബങ്ങൾ കാര്യം മനസ്സിലാക്കി പെരുമാറുന്നവരാണെന്നും താനും ഭർത്താവും കുഞ്ഞും ഇപ്പോൾ ഒരു കുടുംബമാണെന്നും തങ്ങളുടേതായ ഫാമിലി ബിൽഡ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാത്തത് എന്താണ്? അശ്വിനും ഫാമിലി ഇല്ലേ? ദിയയ്ക്കും ഫാമിലി ഇല്ലേ എന്നൊക്കെ ചിലർ എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് കണ്ടിരുന്നു. അശ്വിന്റെയും എന്റെയും ഫാമിലിയാണിത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ അശ്വിന്റെ ഫാമിലി ആയാലും എന്റെ ഫാമിലി ആയാലും ഞങ്ങൾക്കൊപ്പം അവർ സമയം ചിലവഴിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്നപ്പോൾ അവരും ഇതുപോലെ യാത്രകൾ പോയിട്ടുണ്ടാകും. അവരുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം ആവശ്യത്തിന് സമയം ചിലവഴിച്ചിട്ടുണ്ടാകും. ഇനി ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനൊപ്പം കുറച്ച് സമയം ചിലവഴിക്കട്ടെ എന്നായിരുന്നു അന്ന് ദിയ വിമർശനങ്ങൾക്ക് നൽകിയ മറുപടി. ഭാര്യയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി പെരുമാറുന്നതിന്റെ പേരിൽ അശ്വിനും ഏറെ കാലമായി സോഷ്യൽ മീഡിയ വഴി വിമർശനവും പരിഹാസവും ഏറ്റുവാങ്ങാറുണ്ട്.